ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഹൈദരാബാദിലോട്ടാണ്. നമ്മളിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 7:55 ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെയാണ് ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. One hour later. അപ്പോൾ ഗൈസ് നമ്മൾ ഹൈദരാബാദിലെത്തി. ഇപ്പോൾ നമ്മൾ എക്സിറ്റിലാണ്, നമ്മൾ പുറത്തേക്ക് പോകാൻ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. അതൊരു ഉടുപ്പി പോലത്തെ ഒരു കടയിലാണ് കയറിയത്. നമ്മൾ 2 പ്ലെയിൻ ദോശയും ഒരു കോഫിയാണ് പറഞ്ഞത്. ഗൈസ് നമ്മുടെ ഫുഡ് വന്നു. അപ്പോൾ ഗൈസ് നമ്മൾ കഴിച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോകാം. Very high level, this is the low level. First water comes by the gravity to here. This water going there, the people lifted by the wheel system. The king is not living there, the king living here. All family. The meeting darbar is there. We can see from that side very clear. ഗൈസ് ഇവിടെ കാണുന്നത് പണ്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിച്ചൺ ആണ്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് ക്ലാപ്പ് ചെയ്ത വൈബ്രേഷൻ കേൾക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഒരങ്കിൾ അവിടെ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുമെന്നാണ് പറയാൻ. നമുക്ക് നോക്കാം. You can see the carving. They're all designed. So it was all painting there, and the color is green, blue. All painting is gone. Before, if the walls not like they're all painting the walls. അപ്പോൾ ഗൈസ് ഇത് റോസ് വാട്ടർ പോണ്ടാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇത് പണ്ട് ഓപ്പണൊന്നും ആയിരുന്നില്ല, ഇപ്പോഴാണ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. പണ്ട് രാജാക്കന്മാരൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ റൂഫായിരുന്നു. ഇതിൻ്റെ മുകളിലൊക്കെ റൂഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റൂഫൊന്നുമില്ല. അന്നത്തെ റൂഫൊക്കെ ലൈം സ്റ്റോൺ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. മുകളിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് ഇത് ഫുള്ള് ഇവിടെ നിന്നാൽ നമുക്ക് ഹൈദരാബാദ് സിറ്റിയുടെ പകുതിയും കാണാം. നല്ല വ്യൂ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി വേറെ ഡെസ്റ്റിനേഷൻ നോക്കുന്നില്ല, ഫുഡാണ് മെയിൻ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം. നമ്മൾ ഓർഡർ ചെയ്തത് ഹൈദരാബാദി ബിരിയാണിയാണ്. നമ്മുടെ ഹൈദരാബാദി ബിരിയാണി എത്തിയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം. നമ്മൾ പൈനാപ്പിൾ ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് സ്നോ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് സ്നോ വേൾഡിൽ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്നോ വേൾഡിലെത്തി. നമുക്കിനി ജാക്കറ്റും ബൂട്ടൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ സ്നോ വേൾഡിലേക്കുള്ള ടിക്കറ്റ് എടുത്തു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ജാക്കറ്റ്, ബൂട്ട്, ഗ്ലൗസ് എല്ലാം കിട്ടി. അപ്പോൾ നമുക്കിനി നേരെ അകത്തേക്ക് പോയിട്ട് ഗൈസ് നമ്മൾ സ്നോ വേൾഡിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് NTR ഗാർഡനിലാണ്. നമുക്ക് കാണാം, അകത്തേക്ക് പോവാം. നമുക്കിപ്പോൾ ഒരു വൈറ്റ് ബിൽഡിംഗ് കാണാം. അതാണ് തെലങ്കാനയുടെ സെക്രട്ടേറിയറ്റ്. അടുത്ത റൈഡിൻ്റെ ലിസ്റ്റാണ്. കോംബോ ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അണ്ടർ വാട്ടർ വേൾഡ് 3Dയിലേക്ക് പോവാം. നമുക്ക് അണ്ടർ വാട്ടർ വേൾഡിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. നമുക്കിനി പോവാം.
കോംബോ ഓഫറാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ വേൾഡിന് മാത്രമേ എടുത്തോളൂ. ടിക്കറ്റ് കിട്ടിയപ്പോൾ നമുക്ക് ഹോണ്ടഡ് ഹൗസിനെയും കൂടെ കിട്ടി. നമ്മൾ വിചാരിച്ച് രണ്ടിനും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടിലും പോകാം ഗൈസ്. ഗൈസ് കൊള്ളാം, എന്നാലും പക്ഷേ ലാസ്റ്റ് പേടിക്കും നിങ്ങൾ. അടുത്ത അണ്ടർ വാട്ടർ വേൾഡ് 3Dയിൽ പോവാം. അടുത്തത് ഇവിടെ ഒരു വലിയ BR അംബേദ്കറിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്, നമുക്കത് കാണാൻ പോവാം. അപ്പോൾ ഗൈസ് നോക്ക് ഗൈസ്, BR അംബേദ്കറിൻ്റെ വലിയ സ്റ്റാച്ചു നമുക്ക് ഫ്രണ്ടിൽ പോയി നോക്കാം. ഗൈസ് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് BR അംബേദ്കർ സ്റ്റാച്ചു ഒക്കെ കണ്ടിറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി. അപ്പോൾ ബാക്കി ഡെസ്റ്റിനേഷൻസ് നമ്മൾ നാളെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈദരാബാദിൽ ഒരു ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാത്രിയായി, ഡിന്നർ കഴിക്കണ്ടേ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ബൊഫേ ആണ്, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ ആദ്യം എടുത്ത് ഹോട്ട് ആൻഡ് സോർ എടുത്തു, പിന്നെ കുറച്ച് 2 ഡെസേർട്ട് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഗൈസ് നാളെ നമ്മൾ ഒരു കിടിലം ഡെസ്റ്റിനേഷനിലാണ് പോകാൻ പോകുന്നത്. പക്ഷേ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്യില്ല, നാളെ അത് നിങ്ങൾ തന്നെ കണ്ടോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ബൈ.